കൂട്ടുകാരെ, ഇന്ന് ഇതേപോലെ ഒരു കുക്കമ്പർ ദോശയും കാടമുട്ട വരട്ടിയതുമാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, സെലം ബ്ലൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഇതേപോലെ ഒരു സലാഡ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. എന്നൊരു തമിഴ് സ്റ്റൈൽ ദോശ നോക്കാം. ഇപ്പോഴെൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടൊന്ന് വരണം. ഇപ്പോഴെൻ്റെ തോട് ചെത്തുന്ന പ്രോസസ്സാണ്. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, അത് വില എഴുതിയിരിക്കുന്നതാണ്. കണ്ടെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോഴിതിൻ്റെ എല്ലാം ഞാൻ എടുക്കുന്നില്ല. ഇത് ഇത്രയും പീസ് അങ്ങ് മാറ്റേണ്. കഴിക്കാം. അപ്പോഴിത് ദോശമാവാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതാണ് നമ്മുടെ തമിഴ് സ്റ്റൈൽ ദോശ. ഇപ്പോൾ ദോശയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ദോശ മാവാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ നല്ലതുപോലെ ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്. ഇതിലേക്ക് ഒരു സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോഴിവിടെ സവാള വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാല.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ്. ഇതും ഓപ്ഷനിലാണ്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഈ അവസരത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരു ശകലം കുറവ് പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി. അതേപോലെ തന്നെ ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുക്കുംബർ ദോശ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. പിന്നെ മല്ലിയില വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കൂടിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. അപ്പോഴേ എന്തായാലും വേറെ സംസ്ഥാനക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ കേരളീയർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ കൂടുതൽ നമ്മൾ ദോശമാവ് എടുത്തിട്ട് ഇത് ചേർത്ത് കൊടുത്താൽ അത്ര വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോഴതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോഴും നമ്മുടെ കാടമുട്ടക്കറിയും കുക്കുംബർ ദോശയും ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.